പി.സി. ചാക്കോയുടെ അടുത്ത നീക്കം എന്ത് എന്ന് പലതരത്തിൽ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. യു.ഡി.എഫിലേക്ക് പോകാൻ സാധ്യതയെന്നും അല്ല, മറിച്ച് എൻ.സി.പിയിൽ തുടരാൻ സാധ്യതയുണ്ട് എന്നും അഭ്യൂഹങ്ങൾ ശക്തമാണ്. കൂടെ തന്നെ രാജിയെ സംബന്ധിച്ചും അഭ്യൂഹങ്ങൾ ഉയരുന്നുണ്ട്. എൻ.സി.പിയിൽ കാലങ്ങളെ തുടരുന്ന തർക്കം തന്നെയാണ് രാജിക്ക് പിന്നിലെന്നാണ് ആദ്യം വന്ന സൂചന എങ്കിലും പിന്നീട് പല അഭ്യൂഹങ്ങളും ശക്തമാവുകയാണ്. ചാക്കോയ്ക്കെതിരെ പാർട്ടിയിൽ അസ്വാരസ്യങ്ങൾ പലതായിരുന്നു. ചാക്കോ ഏകാധിപതിയെ പോലെ പെരുമാറുന്നു എന്ന് പോലും ആരോപണം ഉയർന്നിരുന്നു. മന്ത്രിമാരെ സംബന്ധിച്ച് പാർട്ടിയിലുണ്ടായ പടല പിണക്കങ്ങളും വിവാദങ്ങളുമാണ് ചാക്കോയ്ക്ക് പാർട്ടിയിൽ പിന്തുണയില്ലാതെ പോയതിന് കാരണം. പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്ന ഘട്ടത്തിലെത്തിയതോടെയാണ് ഗത്യന്തരമില്ലാതെ രാജി തീരുമാനത്തിലെത്തിയത് എന്നെല്ലാമാണ് വിവരം. എന്നാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എൻ.സി.പിക്ക് വളരെ നിർണായകം തന്നെയാണ്. പാർട്ടിയിൽ പ്രതിസന്ധി സൃഷ്ടിക്കേണ്ട എന്ന് കരുതിയാകും ചാക്കോ രാജിവെച്ചത് എന്നാണ് എ.കെ. ശശീന്ദ്രൻ ഇപ്പോൾ പറയുന്നത്. പാർട്ടിയിൽ സ്പ്ലിറ്റ് ഉണ്ടാകുന്നതിനെ കുറിച്ച് ആർക്കും ആലോചിക്കാൻ കഴിയില്ല. രാജിവെച്ചാലും എല്ലാവരും ചേർന്ന് ഒത്തൊരുമയോടെ മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതേസമയം പി.സി. ചാക്കോ പാർട്ടിക്കുള്ളിൽ ജനാധിപത്യപരമായി പെരുമാറണമായിരുന്നു എന്നും ശശീന്ദ്രൻ വിമർശിക്കുന്നുണ്ട്. സീനിയർ നേതാക്കന്മാരെ പി.സി. ചാക്കോ കേൾക്കണമായിരുന്നുവെന്നും കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് പുറത്തുള്ള രാഷ്ട്രീയത്തിൽ ചാക്കോയ്ക്ക് സാധ്യതയില്ല എന്നും ശശീന്ദ്രൻ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നാൽ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്ത് തുടരണമോ എന്നത് ശരത് പവാർ തീരുമാനിക്കുമെന്ന് പി.സി. ചാക്കോ വിഭാഗം കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. പാർട്ടിയിലെ ബഹുഭൂരിപക്ഷവും ചാക്കോയ്ക്ക് എതിരെ നിലപാടെടുത്തതോടെ ഗത്യന്തരമില്ലാതെ രാജിവെച്ചൊഴിയുകയായിരുന്നു. കോൺഗ്രസ് വിട്ട് എൻ.സി.പിയിൽ ചേർന്ന ചാക്കോയുടെ രാഷ്ട്രീയ ഭാവി ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുകയുമാണ്. ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ നടന്ന നീക്കങ്ങൾ മുഖ്യമന്ത്രിയുടെ ഇടപെടലിനെ തുടർന്ന് നടക്കാതെ പോയതിന് പിന്നാലെയാണ് അധ്യക്ഷ പദവി ഉപേക്ഷിക്കുന്നത്. ഇതിനിടെ ശശീന്ദ്രനും തോമസ് കെ തോമസും തമ്മിൽ കൈകോർത്തതോടെയാണ് പി.സി. ചാക്കോയ്ക്ക് സ്ഥാനം രാജിവെക്കേണ്ടി വന്നതെന്നും സൂചനകളുണ്ടായിരുന്നു. തോമസ് കെ തോമസ് സംസ്ഥാന അധ്യക്ഷനാകുന്നതിൽ ശശീന്ദ്രൻ വിഭാഗം പിന്തുണ അറിയിച്ചതായാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ വന്നത്. എന്നാൽ അതേസമയം എൻ.സി.പി പ്രസിഡന്റായി തോമസ് കെ തോമസിനെ നിർദ്ദേശിച്ചിട്ടില്ല എന്നാണ് ശശീന്ദ്രന്റെ വിശദീകരണം. എല്ലാവരും യോഗ്യരല്ലേ എന്നും പൊതുജീവിതത്തിലെ അനുഭവവും പരിചയസമ്പത്തും പ്രധാനമാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. പുതിയ പ്രസിഡന്റിനെ തീരുമാനിക്കേണ്ടത് കേന്ദ്ര നേതൃത്വമാണെന്നും ശരത് പവാർ എന്ത് തീരുമാനം എടുത്തു കഴിഞ്ഞാലും അതിനോട് പാർട്ടി അംഗങ്ങളെല്ലാം പൂർണ്ണമായി സഹകരിക്കുമെന്നും എ.കെ. ശശീന്ദ്രൻ വ്യക്തമാക്കി. ആര് എൻ.സി.പി പ്രസിഡന്റ് ആയാലും താൻ സഹകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അടുത്ത എൻ.സി.പി പ്രസിഡന്റിനെ തീരുമാനിക്കാനുള്ള ചർച്ചയിൽ പാർട്ടി സജീവമാണ്. അതേസമയം മന്ത്രിമാറ്റ ചർച്ചയിലും അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട്. ഇപ്പോൾ അത്തരത്തിലൊരു ചർച്ച പാർട്ടിയിലില്ല എന്നും ശരത് പവാർ തന്നോട് രാജിവെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും താൻ രാജിവെക്കുമെന്നും പക്ഷേ മന്ത്രിസഭയിൽ എൻ.സി.പിയുടെ പാർട്ടി പ്രതിനിധി ഉണ്ടായിരിക്കണം എന്ന ഒറ്റ ഉപാധി മാത്രമേ തനിക്ക് ഉള്ളൂവെന്നുമാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ രാജിക്ക് ശേഷമുള്ള ചാക്കോയുടെ നീക്കം യു.ഡി.എഫിലേക്കോ അതോ ബി.ജെ.പിയിലേക്കോ എന്ന ആശങ്ക അതേസമയം ഇടതുമുന്നണിക്കുണ്ട്. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ദേശീയ തലത്തിൽ എൻ.സി.പിക്കുണ്ടായ ശക്തിക്ഷയം കേരളത്തിലെ പാർട്ടിയുടെ അധ്യക്ഷ പദവിയിൽ നിന്നും പടിയിറങ്ങാൻ പി.സി. ചാക്കോയെ നിർബന്ധിതനാക്കിയെന്നും സൂചനയുണ്ട്. അഖിലേന്ത്യാ തലത്തിൽ പവാറിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണിയിൽ തുടരുന്ന എൻ.സി.പിക്ക് ഇനി രാഷ്ട്രീയ അസ്തിത്വമില്ല എന്നതാണ് യാഥാർത്ഥ്യം. മറുവശത്ത് കോൺഗ്രസുമായി ലയിക്കാനും പവാർ ചർച്ചകൾ നടത്തിയിരുന്നു. അങ്ങനെയുണ്ടായിക്കഴിഞ്ഞാൽ അതും ചാക്കോയെ സംബന്ധിച്ച് സ്വീകരിക്കാനിടയില്ല. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് എൻ.സി.പി ഒരു പ്രാദേശിക കക്ഷിയായി മാറണമെന്ന ആലോചന അദ്ദേഹത്തിന് ഉണ്ടാവുകയും ചെയ്തിരുന്നു. പരസ്യമായി അത് പാർട്ടിക്കുള്ളിൽ വ്യക്തമാക്കപ്പെട്ടിട്ടില്ല എങ്കിലും ചില ചർച്ചകളിൽ അതിന്റെ സൂചനകൾ ചാക്കോ നൽകിയപ്പോൾ തന്നെ ശശീന്ദ്രൻ പക്ഷം അതിനെ നഖശികാന്തം എതിർക്കുകയും ചെയ്തു. പാർട്ടിയിൽ തന്റെ തീരുമാനങ്ങൾക്കെതിരെ എതിർ ശബ്ദം ഉയർത്തിയതും അദ്ദേഹം തിരിച്ചറിയുന്നുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയും CPM-ഉം തന്നോട് കാണിക്കുന്ന തൊട്ടുകൂടായ്മയും അദ്ദേഹത്തെ അലോസരപ്പെടുത്തിയിരുന്നു. ചാക്കോ നിയമിച്ച സംഘടനാ ജനറൽ സെക്രട്ടറി KR രാജൻ അടക്കമുള്ളവർ അദ്ദേഹത്തിനൊപ്പം നിന്നുവെങ്കിലും പാർട്ടിയിലെ ഭൂരിഭാഗം ഭാരവാഹികളും അദ്ദേഹത്തിന് എതിരായതും അധ്യക്ഷ സ്ഥാനം രാജിവെക്കാനുള്ള തീരുമാനത്തിൽ കൊണ്ടുചെന്നെത്തിക്കുകയായിരുന്നു. എന്നാൽ അതേസമയം തന്നെ യു.ഡി.എഫ് പ്രവേശത്തിനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. എന്നാൽ യു.ഡി.എഫിൽ എൻ.സി.പിയുമായി ലയിക്കുമോ അതോ എൻ.സി.പി പുതിയ വിഭാഗമായി പരിണമിക്കുമോ എന്നതും പ്രവചനാതീതം തന്നെയാണ്. എന്നാൽ യു.ഡി.എഫുമായി ലയിച്ചു കഴിഞ്ഞാൽ എന്ത് പദവി നൽകി അദ്ദേഹത്തെ സ്വീകരിക്കുമെന്ന ചോദ്യം ഏറെ പ്രസക്തവുമാണ്. കോൺഗ്രസ് ദേശീയ വക്താവ്, പ്രവർത്തക സമിതി അംഗം തുടങ്ങി കോൺഗ്രസിലെ പ്രധാന നേതാവായിരുന്ന ചാക്കോയെ ദുർബല വകുപ്പുകളും സ്ഥാനങ്ങളും നൽകി ഒതുക്കാനാകില്ല. അദ്ദേഹത്തിന് അർഹിക്കുന്ന അംഗീകാരം നൽകണമെന്നത് വലതുമുന്നണിക്കും കോൺഗ്രസിനും മുന്നിലുള്ള വലിയ കടമ്പ തന്നെയാകും. മാത്രമല്ല പി.സി. ചാക്കോയ്ക്കൊപ്പം ചാക്കോയെ പിന്തുണയ്ക്കുന്നവരും കൂടുമോ എന്നതും ചോദ്യം തന്നെയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കോൺഗ്രസിൽ നിന്നും പടിയിറങ്ങി ചാക്കോയ്ക്കൊപ്പം സജീവ പ്രവർത്തകയായി മാറിയ ലതിക സുഭാഷ്
വീണ്ടും കോൺഗ്രസിലേക്ക് പ്രവേശിക്കുമോ എന്ന ചോദ്യവും പ്രസക്തം തന്നെയാണ്. തള്ളിക്കളയാനാകാത്ത മറ്റൊരു സാധ്യത എന്തെന്നാൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമാണ്. നാദിനില കളരിയായി തുടരുന്ന കേരള കോൺഗ്രസിൽ ചാക്കോയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകൾ പരക്കുന്നുണ്ട്. PJ ജോസഫിന്റെ മകനായ അബു ജോൺ ജോസഫിനെ സ്ഥാനമേൽപ്പിച്ചതിൽ പാർട്ടിക്ക് അകത്ത് കനത്ത അതൃപ്തി നിലനിൽക്കുന്നതിനാൽ ചാക്കോയ്ക്ക് സാധ്യതയേറെയാണ്. എന്തുതന്നെയാണെങ്കിലും ചാക്കോ UDF-ലേക്കാണെങ്കിലും BJP-യിലേക്ക് ആയാലും നഷ്ടം ഇടതുമുന്നണിക്ക് തന്നെയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ ഒരു കൂട്ടരാജ്യവും മുന്നണി മാറ്റവും ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ തിരിച്ചടി ഉണ്ടാക്കും.